എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. കഥേമമ്മയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. രാമായണത്തിൽ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ളൊരു ഭാഗമാണ് കിഷ്കിന്ധാകാന്ഡം. നമുക്കറിയാം, ശ്രീരാമസ്വാമി രാവണനെ നേരിടാനായിട്ട് പോയത് അദ്ദേഹത്തിൻ്റെ സഹോദരനായിട്ടുള്ള ലക്ഷ്മണനോടൊപ്പം മാത്രമായിരുന്നില്ല. ഭഗവാൻ ഒരു സേനയുണ്ടായിരുന്നു, വാനരസേന അല്ലേ. സുഗ്രീവൻ എന്ന് പറയുന്ന രാജാവിനൊപ്പം, ഹനുമാൻ എന്ന് വിളിക്കപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ മന്ത്രിയോടൊപ്പം, ജാംബവാൻ തുടങ്ങിയിട്ടുള്ള വീരന്മാരോടൊപ്പമാണ് ഭഗവാൻ രാവണനെ നിഗ്രഹിക്കാനായി യുദ്ധത്തിനായിട്ട് പോകുന്നത്. എവിടെ വെച്ചാണ് ഭഗവാന്റെ ജീവിതത്തിലേക്ക് ഈ വാനര സൈന്യം ഒപ്പം ചേരുന്നത്? അതിലേറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച രണ്ട് വാനരന്മാരെ കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ സംസാരിക്കുന്നത്. ഒരാളുടെ പേര് ബാലി, മറ്റൊരാളുടെ പേര് സുഗ്രീവൻ. ബാലി സുഗ്രീവ യുദ്ധവും അവരുടെ ചരിത്രമാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. പണ്ട് സൂര്യന്റെ തേരാളിയായിരുന്ന അരുണൻ, അദ്ദേഹത്തിന് ഇന്ദ്രനിൽ നിന്ന് ജനിച്ച ആളാണ് ബാലി. സൂര്യനിൽ നിന്ന് അദ്ദേഹത്തിന് ജനിച്ച ആളാണ് സുഗ്രീവൻ. ഇവരായിരുന്നു കിഷ്കിന്ധയിലെ ഭരണാധികാരികൾ. അതിൽ മഹാരാജാവിൻ്റെ സ്ഥാനം മൂത്ത ആള് എന്നുള്ള നിലയിൽ എപ്പോഴും ബാലിക്കായിരുന്നു. ഏട്ടനും അനിയനും തമ്മിൽ വലിയ സ്നേഹമായിരുന്നു. എപ്പോഴും ഒരുമിച്ചാണ് എപ്പോഴും സഞ്ചരിക്കുക, അത്ര കണ്ടടുത്ത ബന്ധം. ആ ഇടയ്ക്ക് അവിടെ മായാവി എന്ന് പറയുന്ന ഒരു അസുരൻ വന്ന് ബാലിയെ സന്ധ്യാസമയത്ത് യുദ്ധത്തിന് വിളിച്ചു. സുഗ്രീവൻ പറഞ്ഞു, ഏട്ടാ, ഇത് സന്ധ്യാസമയമാണ്, ഈ സമയത്ത് ഈ രാക്ഷസന്മാർക്കൊക്കെ ശക്തി കൂടുന്ന സമയമാണ്, അതുകൊണ്ട് ഇപ്പം തൽക്കാലം നമുക്ക് യുദ്ധത്തിന് പോകണ്ട, രാവിലെ ആയിട്ട് യുദ്ധത്തിന് പോകാം. എന്നാൽ ബാലിക്കാവട്ടെ, ഒരാൾ തന്നെ വന്ന് യുദ്ധത്തിന് വിളിച്ചാൽ അദ്ദേഹത്തിന് പോവാതിരിക്കാൻ കഴിയില്ല. അത്രയധികം പോരാട്ട വീര്യാണ്. അദ്ദേഹത്തിന് കുറേ വരങ്ങളും കിട്ടിയിട്ടുണ്ട്. ഏറ്റവും പ്രകടമായിട്ട് അദ്ദേഹത്തിന് കിട്ടിയ വരമാണ്, ആരാണോ തന്നോട് എതിരിടാൻ വരുന്നത് അയാളുടെ പകുതി ബലം ബാലിക്ക് കിട്ടുന്നുള്ളതുമാണ്. അങ്ങനെ ഈ മായാവിയായിട്ട് ബാലി യുദ്ധം തുടങ്ങി. ഈ മായാവിയുടെ കയ്യിൽ നിന്നുള്ള മാന്ത്രിക വിദ്യകളൊന്നും തന്നെ ബാലിയെ പരാജയപ്പെടുത്താൻ സാധിച്ചില്ല. ബാലിയുടെ കയ്യിൽ നിന്ന് നല്ല അടി നമ്മുടെ മായാവിക്ക് കിട്ടി. അദ്ദേഹം ഈ ബാലിയുടെ കയ്യിൽ നിന്നുള്ള അടി ഭയന്ന് അദ്ദേഹം ഓടിയെന്നാണ്. ദൂരെ ഒരു ഗുഹയിൽ ചെന്ന് കയറി, ബാലിയാണെങ്കിൽ നിന്നെ ഞാൻ കൊല്ലാതെ വിടില്ല എന്ന് പറഞ്ഞ് അദ്ദേഹവും പുറകിൽ പോയി ആ ഗുഹയ്ക്കകത്ത് കയറി. കുറേ സമയം കഴിഞ്ഞിട്ടും ആരെയും പുറത്തേക്ക് കാണുന്നില്ല. പാവം അനുജനായിട്ടുള്ള സുഗ്രീവനാണെങ്കിൽ ഏട്ടൻ ഇപ്പം പുറത്ത് വരുമെന്ന് കരുതി പുറത്തിരിക്കുന്നുമുണ്ട്. കുറേ സമയം കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് കേട്ടത് ബാലിയുടെ ഉറക്കെയുള്ള നിലവിളിയായിരുന്നു, അനിയാ സുഗ്രീവ എന്ന്. പാവം സുഗ്രീവൻ കരുതി മായാവി എന്തോ ചതിയിലൂടെ ഏട്ടനെ വധിച്ചു, ഇനി ഏട്ടൻ തിരിച്ചു വരില്ല. എന്നാൽ മായാവിനെയും വെറുതെ വിടണ്ടെന്ന് കരുതി അദ്ദേഹം വലിയൊരു കല്ലെടുത്ത് ഈ ഗുഹ അടച്ചു എന്നുമാണ്. തിരിച്ച് അദ്ദേഹം കിഷ്കിന്ധയിലേക്ക് പോയി. രാജ്യം അനാഥാവരുത് എന്നുള്ള മഹാത്മാക്കളുടെ ഉപദേശം സ്വീകരിച്ച് അദ്ദേഹം കിഷ്കിന്ധയിൽ രാജാവുമായി. എന്നാൽ യഥാർത്ഥത്തിൽ ബാലി മരിച്ചിരുന്നില്ല. ഇത് മായാവിയുടെ ഒരു ചതിപ്രയോഗമായിരുന്നു. ബാലി ഈ കല്ലൊക്കെ പുറത്തേക്ക് തട്ടിയിട്ട് കിഷ്കിന്ധയിലേക്ക് വന്ന്, നീ എന്നെ ചതിച്ച് രാജാവായില്ലേ എന്ന് പറഞ്ഞ് സുഗ്രീവനെ കൊല്ലാൻ നോക്കി. സുഗ്രീവനാണെങ്കിൽ ജീവനും കൊണ്ട് ബാലി വരാത്തൊരു സ്ഥലം അവിടെ അടുത്തുണ്ടായിരുന്നു, ഋഷ്യമൂകാചലം എന്ന് വിളിക്കപ്പെടുന്ന ഒരു പർവ്വതം. അവിടെ ചെന്ന് പാർക്കാൻ തുടങ്ങിയതാണ്. സീതാന്വേഷണത്തിനായിട്ട് ഭഗവാൻ ശ്രീരാമചന്ദ്രസ്വാമിയും ലക്ഷ്മണനും ആ വഴി സഞ്ചരിക്കുന്ന സമയത്താണ് സാക്ഷാൽ ശ്രീരാമചന്ദ്രസ്വാമിയും സുഗ്രീവനും തമ്മിൽ ഒരു സഖ്യം ഉണ്ടാവുന്നത്. രാവണനെ കൊല്ലാനും സീതയെ വീണ്ടെടുക്കാനും ഞാനും എൻ്റെ സൈന്യവും അങ്ങയെ സഹായിക്കാം എന്ന് സുഗ്രീവൻ ഭഗവാനോട് പറയുന്നു. ബാലിയെ കൊല്ലാനും ഒപ്പം സുഗ്രീവന്റെ ഭാര്യയായിട്ടുള്ള രുമയെ വീണ്ടെടുക്കാനും കിഷ്കിന്ധയിലെ രാജാവാക്കി അങ്ങയെ അഭിഷേകം ചെയ്യാനും ഞാനും സഹായിക്കാമെന്ന് രാമനും വാക്കുകൊടുക്കുന്നു. ഇവിടെ വെച്ചാണ് ഹനുമാൻ സ്വാമി ഭഗവാന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. അങ്ങനെയാണ് ബാലി സുഗ്രീവ യുദ്ധം പിന്നീട് നടക്കുന്നത്. സാക്ഷാൽ ഇന്ദ്രൻ കൊടുത്ത താമരപ്പൂക്കൾ കൊണ്ടുള്ളൊരു മാല, അത് സ്വർണത്തിന്റെ താമര എന്നാ പറയാ, അങ്ങനെ ഒരു മാല എപ്പോഴും ബാലി കഴുത്തിൽ ധരിക്കുമായിരുന്നു അത്രേ. ആ മാലയും ധരിച്ചുകൊണ്ടാണ് സുഗ്രീവനുമായിട്ടുള്ള യുദ്ധത്തിന് ബാലി ഇറങ്ങി വരുന്നത്. പല സമയത്തും സുഗ്രീവൻ പരാജയപ്പെടുന്നു. ഭഗവാന് അസ്ത്രം അയക്കുന്ന സമയത്ത് ബാലി ആരാണ് സുഗ്രീവൻ ആരാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചില്ല. ബാലിയുടെ കഴുത്തിൽ ഈ ഒരു മാലയുണ്ട്. ഭഗവാൻ മനോഹരമായിട്ടുള്ള ഒരു പുഷ്പമാല എടുത്ത് സുഗ്രീവന് ചാർത്തി കൊടുത്തു എന്നാണ്. അങ്ങനെ ബാലി സുഗ്രീവ യുദ്ധം നടക്കുന്ന സമയത്ത് ഒളിയമ്പെയ്തുകൊണ്ട് ഭഗവാൻ ബാലിയെ നിഗ്രഹിക്കുന്നു. ആ സമയത്ത് ബാലിയുടെ ചോദ്യങ്ങളുണ്ട് ഭഗവാനോട്. അങ്ങ് ധർമ്മത്തിൻ്റെ പ്രതിപുരുഷനല്ലേ ഭഗവാനെ, അങ്ങ് എന്നെപ്പോലെ ഒരാളെ വധിക്കുന്നത് ധർമ്മമാണോ? അങ്ങേക്ക് എന്നോട് ശത്രുതയുണ്ടെങ്കിൽ നേരിട്ടല്ലേ ആക്രമിക്കേണ്ടത്? ഈ ഒളിയമ്പെയ്ത് കൊല്ലുന്നത് എവിടത്തെ ധർമ്മമാണെന്നൊക്കെ രാമൻ കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സുഗ്രീവന്റെ ഭാര്യയായിട്ടുള്ള രുമ നിനക്ക് സഹോദരിയുടെ സ്ഥാനത്തായിരുന്നു. നീ ആ സമയത്ത് അവളോട് ചെയ്ത അതിക്രമം ഒരിക്കലും ധർമ്മത്തിന് നിരക്കുന്നതല്ല. ആ അധർമ്മം പ്രവർത്തിച്ച് നിന്നെയാണ് ഞാൻ വധിച്ചത്, അതിൽ തെറ്റില്ല എന്നാണ് ഭഗവാൻ
ബാലിക്ക് പറഞ്ഞു കൊടുക്കുന്ന ന്യായം. എന്തായാലും ആ ബാലിക്ക് മനസ്സിലായി തൻ്റെ മുമ്പിൽ നിൽക്കുന്നത് ഒരു മനുഷ്യരൂപത്തിലുള്ള രാമനല്ല, അത് സാക്ഷാൽ നാരായണൻ തന്നെയാണ് എന്നുള്ള ബോധ്യം അദ്ദേഹത്തിന് ഉണ്ടായി എന്നാണ്. അങ്ങനെ തൻ്റെ മകനായിട്ടുള്ള അങ്കദനെയും ഭാര്യയായിട്ടുള്ള താരയെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ബാലി ഭഗവാനെ മുന്നിൽ കണ്ടുകൊണ്ട് ദേഹം ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ശേഷം സുഗ്രീവനെ കിഷ്കിന്ധയിലെ ചക്രവർത്തിയായിട്ട് ഭഗവാൻ വാഴിക്കുന്നതും അദ്ദേഹത്തിൻ്റെ പിന്നീടുള്ള രാജ്യഭരണകാലവും ഭഗവാന് കൊടുത്ത വാക്ക് സുഗ്രീവൻ മറന്നു പോകുന്നതും ലക്ഷ്മണസ്വാമി അത് ഓർമ്മിപ്പിക്കുന്നതും ഒക്കെയാണ് പിന്നീടുള്ള രാമായണത്തിൽ നമ്മൾ കാണുന്നത്. അവിടം തൊട്ടാണ് സീതാന്വേഷണത്തിനായിട്ട് വാനര സൈന്യം ഇറങ്ങി പുറപ്പെടുന്ന രംഗങ്ങളൊക്കെ വരുന്നത്. തുടർന്നുള്ള അധ്യായങ്ങളിൽ ആ കഥകളൊക്കെ നമുക്ക് സാധിക്കുന്നത് പോലെ ഭഗവാൻ അനുഗ്രഹം കൊണ്ട് കേൾക്കാൻ സാധിക്കട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ബാലിയെ വധിച്ചു നിൽക്കുന്ന ആ കോദണ്ഡധാരിയായിട്ടുള്ള ശ്രീരാമചന്ദ്രനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് ഇന്നത്തെ അധ്യായത്തിൽ നിന്ന് വിടവാങ്ങുന്നു. അടുത്ത രാമകഥയുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്തേ.